നമസ്കാരം. വരുന്ന 5 ദിവസത്തിനുള്ളിൽ ഈ 5 രാശിക്കാർക്ക് കുബേരദേവരുടെ അനുഗ്രഹത്താൽ കോടീശ്വര യോഗം വന്നു ചേരും. ഗുരുബലസ്ഥാനത്തും ശനിയുടെ സഞ്ചാരപഥം നേർവഴിയാകുന്നതും വ്യാഴത്തിൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്നതും വിശേഷ ഫലങ്ങൾ ഈ നക്ഷത്രജാതകർക്കുണ്ടാകും. കുബേരദേവരുടെ അനുഗ്രഹം ഈ നാളുകാർക്ക് ലഭിക്കും. ആ 5 രാശിക്കാർ ജീവിതം പാടെ മാറുന്ന, എല്ലാ രീതിയിലും കുബേരസമം ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന ആ 5 രാശിക്കാരെ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിൽ പോലും ഇവർക്കൊരു വലിയ സൗഭാഗ്യം, വലിയ നേട്ടം ഈ നക്ഷത്രജാതകരെ തേടി വരും. ആ നക്ഷത്രജാതകർ ആരൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഈ നക്ഷത്രജാതകർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എവിടെയാണ് കുടുംബക്ഷേത്രം? കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ധനം ആവോളം നിങ്ങൾക്ക് വന്നു ചേരും. സകല സങ്കടങ്ങൾ മാറുന്നതിനോടൊപ്പം നേതൃസ്ഥാനത്തെത്താനും നല്ല ജോലി ലഭിക്കാനും ബിസിനസ്സിൽ വലിയ പുരോഗതി വന്നു ചേരാനും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും നിങ്ങൾക്ക് കഴിയും. അത്രയധികം സൗഭാഗ്യസമ്പന്നതയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ഈ നക്ഷത്രജാതകർ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണം. അവിടെ ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തണം. നിങ്ങളുടെ ജന്മനാൾ ദിവസം ക്ഷേത്ര ദർശനം നടത്തണം. ഇത് പതിവാക്കണം. സകല ദുരിത ദുഃഖങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ രക്ഷപ്പെട്ട് ധാരാളം ധനം നേടാനും സർവൈശ്വര്യം വീട്ടിൽ വന്ന് നിറയുവാനും കാരണമാകും. ദുഃഖ ദുരിതങ്ങൾ മാറുന്നു. സകല സർവൈശ്വര്യവും വന്നു ചേരുന്നു. അങ്ങനെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സൗഭാഗ്യത്തിലും എത്തുന്ന ആ നക്ഷത്രജാതകരിലെ ആദ്യത്തെ രാശിക്കാർ കന്നിരാശിക്കാരാണ്. ഉത്രവും അത്തവും ചിത്തിരയും. ഇവർക്കിനി സൗഭാഗ്യസമ്പന്നതയുടെ സമയമാണ്. കാലങ്ങളായി ഇവർ മനസ്സിലാഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയം. ധാരാളം ധനം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ സൗഭാഗ്യസമ്പന്നതയുടെ നാളുകൾ. എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടും. വിദേശയോഗം, വിവാഹ പ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം, പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പുനർവിവാഹം. അങ്ങനെ വലിയ രീതിയിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. എല്ലാ രീതിയിലും സർവൈശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗണപതി ഹോമം വഴിപാട് കഴിപ്പിക്കണം. വിഘ്നങ്ങളൊക്കെ മാറി ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കർഗഹോമം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും സൗഭാഗ്യവും വന്നു ചേരും. ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. കന്നിരാശിയിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത എല്ലാ രീതിയിലും സൗഭാഗ്യസമ്പന്നതയിൽ വന്നു ചേരുന്ന, വിജയത്തിനുമേൽ വിജയം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവരാണ്. ചിത്തിരയും ചോതിയും വിശാഖവും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യസമ്പന്നത വന്നു ചേരാൻ പോവുകയാണ്. ധാരാളം ധനം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ സൗഭാഗ്യസമ്പന്നതയിൽ നിങ്ങൾക്കെത്തിച്ചേരാനുള്ള ഒരു യോഗം കാണുന്നു. ധനാഭിവൃദ്ധിയാണ്, രോഗശാന്തിയാണ്, കുടുംബ ഭദ്രതയാണ്,
അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയും ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരും. തുലാരാശിയിലെ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇനി സർവൈശ്വര്യമാണ്. ധനപ്പെരുമഴ പെയ്യും ഇവരുടെ വീടുകളിൽ. ഇവർ ആഗ്രഹിക്കുന്നതും എന്തും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവരെത്തുന്നത്. ഇവരുടെ ആഭിചാരദോഷം, ശത്രുദോഷം ഒക്കെ മാറാൻ പോവുകയാണ്. ആയില്യ പൂജ വഴിപാട് ചെയ്യുക. സർപ്പക്കാവിൽ ആയില്യ പൂജ വഴിപാട് ചെയ്യുക ഈ നക്ഷത്രജാതകർ. അടുത്ത നക്ഷത്രജാതകർ ധനുരാശിക്കാരാണ്. മൂലവും പൂരാടവും ഉത്രാടവും അടങ്ങിയ ധനുരാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇനി വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക. ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ദുരിതങ്ങളൊക്കെ ഒഴിയും, ശത്രുദോഷങ്ങളൊക്കെ മാറും. അതുപോലെ സർപ്പക്കാവിൽ 100 പാലും വഴിപാട് കഴിപ്പിക്കുക. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും. ഉറപ്പാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, സൗഭാഗ്യ സമ്പന്നതയാണ്. അസൂയാലുക്കൾ ഒന്ന് ഞെട്ടിപ്പോകും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും. സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രജാതകർ കർക്കിടക രാശിക്കാരാണ്. പുണർദവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ശിവഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറ്റിത്തരും. ഭഗവാനെ എന്നൊന്ന് നിങ്ങൾ നീട്ടി വിളിച്ചാൽ നിങ്ങളുടെ പക്കൽ ഭഗവാൻ ഉണ്ടാവും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് നിങ്ങളെത്തുക. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. മാല വഴിപാട് കഴിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. കഴിയുമെങ്കിൽ മുത്തുമാരിയമ്മൻ കോവിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. ഞാനും പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കണം. അടുത്ത നക്ഷത്രജാതകർ എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാകുന്ന, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രജാതകർ മേടരാശിക്കാരാണ്. മേടരാശിക്കാരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ അതീവ സമ്പന്നതയിലെത്താൻ, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. ദുരിത നിവാരണം, ശത്രു നിവാരണം, സന്താനലാഭം, രോഗശാന്തി, ദീർഘായുസ്, അഭിഷ്ടസിദ്ധി, വിഘ്നങ്ങളൊക്കെ മാറി ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ്. ഇവർ എന്നും കുബേരദേവൻ്റെ പടത്തിനു മുന്നിൽ കുബേരദേവ എന്ന് മനസ്സറിഞ്ഞെന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറും. ഞാൻ ഈ പറഞ്ഞത് പൊതുവായ ഫലങ്ങളാണ്. പൂർണ്ണമായ ഫലങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. നല്ലതുകൾ സംഭവിക്കാൻ ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ലതേ വരൂ. ധൈര്യമായിരിക്കുക.